നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദു ആർട്ടിക്കിൾസ് ആണ്. ഇതിന്റെ ഡിസ്കസ് ചെയ്യാനായിട്ട് 3 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ മാനുവൽ സ്കാവഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആണ്. സോ മാനുവൽ സ്കാവഞ്ചിങ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് സോഷ്യൽ ജസ്റ്റിസ്, വൾണറബിൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി എന്നുള്ള ടോപ്പിക്കിനകത്താണ് നമ്മൾ മെയിൻലി പഠിക്കാനായിട്ട് പോകുന്നത്. അവിടെ എക്സാം റിലേറ്റഡ് ആയിട്ട് കുറച്ചും കൂടെ പറഞ്ഞ ഫാക്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ മെയിൻസ് ഓറിയന്റഡ് പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ തന്നെ നമ്മൾ ഒന്ന് രണ്ട് ഗവൺമെന്റ് സ്കീമുകളെ കുറിച്ചും പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. നമസ്തേ എന്ന് പറയുന്ന ഒന്ന് രണ്ട് ഗവൺമെന്റ് സ്കീമുകളുണ്ട് ഈ മാനുവൽ സ്കാവഞ്ചിങ് ഒക്കെ ഒഴിവാക്കാനായിട്ടും അത് കൂടുതൽ ഈ പറഞ്ഞ മെക്കനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് സ്കീമാണ് നമസ്തേ എന്നുള്ളൊരു പദ്ധതി. അതുപോലെ തന്നെ PM സൂരജ് എന്ന് പറയുന്ന ഒന്ന് രണ്ട് ഓൺലൈൻ പോർട്ടൽ ഗവൺമെന്റ് പോർട്ടൽസ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ ആ ഒരു ടോപ്പിക്കിനകത്ത് വിശദമായിട്ട് പഠിക്കാനായിട്ടുണ്ട്. എനിവേ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ആ ഒരു ഫസ്റ്റ് ടോപ്പിക്കിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ ടോപ്പിക് ഗ്ലോബൽ ഇൻഇക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്നത്തെ എഡിറ്റോറിയൽ പേജിലെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. അപ്പം ഗ്ലോബൽ ഇൻഇക്വാളിറ്റി ഈ ഇടയ്ക്ക് പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 2 ആഴ്ച മുമ്പ് ILO അഥവാ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഗ്ലോബൽ ലെവലിൽ ഇൻഇക്വാളിറ്റീസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് നമുക്ക് ആ ഒരു ILOയുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ 2030 നമ്മുടെ രാജ്യങ്ങളെല്ലാവരും തന്നെ ഈ പറഞ്ഞ അച്ചീവ് ചെയ്യേണ്ടതാണ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, SDG ഗോൾസ്. ഈ SDG ഗോൾ നമ്പർ 10 വരുന്നതാണ് റിഡക്ഷൻ ഓഫ് ഇൻഇക്വാളിറ്റി എന്നുള്ളൊരു പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്, പിന്നെ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ എങ്ങനെയാണ് നിലവിലെ ഇൻഇക്വാളിറ്റി ഇന്ത്യയിൽ ഉണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ടോപ്പിക്കിന് അത് വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ എനിവേ ഇതും നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് ഇൻഇക്വാളിറ്റി എന്ന് പറയുമ്പോഴേക്കും സോഷ്യൽ ജസ്റ്റിസിന്റെ ഒരു ആസ്പെക്ട് ഉണ്ട്. പിന്നെ ഒരു പരിധിവരെ ഇൻകം ഇൻഇക്വാളിറ്റി നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന കാരണം അത് എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ മൂന്നാമത്തെ ടോപ്പിക്കും എഡിറ്റോറിയൽ പേജിൽ തന്നെ ആർട്ടിക്കിൾ ആയിരുന്നു. അത് നമ്മുടെ റൈറ്റ് സൈഡിൽ ഡാറ്റ പോയിന്റ് ഓഫ് വ്യൂ വരുന്ന ഒരു എഡിറ്റോറിയലാണ്. മേക്ക് ഇൻ ഇന്ത്യ, അതായത് മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള പദ്ധതിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മേക്ക് ഇൻ ഇന്ത്യയുടെ 10 വർഷമായി 2014 മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളൊരു പദ്ധതി നമ്മൾ അവതരിപ്പിക്കുന്നത്. അതിന്റെ 10th ഇയർ ആണ് ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ വന്നതിന് ശേഷം എന്ത് മാറ്റങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ വ്യാവസായിക മേഖലയിൽ, ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഉണ്ടായത്, എന്തൊക്കെയാണ് സ്റ്റിൽ നമുക്ക് ചലഞ്ചസ് ആയിട്ട് നിൽക്കുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഗവേണൻസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ എക്കണോമി റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കഷൻ വരുന്നുണ്ട്. ദെൻ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഈ 3 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസും പഠിച്ചതിന് ശേഷം ഇതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ നിന്ന് ഒരു പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള MCQ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ മാനുവൽ സ്കാവഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. 92% ഓഫ് വർക്കേഴ്സ് ക്ലീനിങ് അർബൻ സീവേഴ്സ് സെപ്റ്റിക് ടാങ്ക്സ് ബിലോങ് ടു SC ST OBC ഗ്രൂപ്പ്സ് ഫൈൻഡ് സർവേ എന്നുള്ളതാണ് ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ഇടയ്ക്ക് ഗവൺമെന്റിന്റെ ഒരു സർവേ നടത്തിയതിനകത്ത് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസിന്റെ സർവേ ആയിരുന്നു. അതായത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു സ്കീമാണ് നമസ്തേ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് കാണാനായിട്ട് സാധിക്കും, നമസ്തേ എന്നുള്ള ഒരു വേർഡ് കാണാൻ സാധിക്കും. നമുക്കത് പഠിക്കാനായിട്ടുണ്ട് എന്താണ് നമസ്തേ എന്നുള്ള സ്കീമിനെ കുറിച്ചിട്ട്. അപ്പോൾ ആ ഒരു നമസ്തേ എന്നുള്ളൊരു സ്കീമിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഇവിടെ നടത്തിയ ഒരു സർവേ പ്രകാരം, സർവേ എന്ന് പറയുമ്പോഴേക്കും ഇത്തരത്തിൽ മാനുവൽ സ്കാവഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളിൽ ഏർപ്പെടുന്ന ആളുകൾ ഏത് കാസ്റ്റിൽ പെടുന്ന ആളുകളാണ് എന്ന സർവേ നടത്തി കഴിഞ്ഞപ്പോഴേക്കുമാണ് ഈ ഒരു ഡേറ്റ നമുക്കിപ്പോൾ വെളിവായിരിക്കുന്നത്. 92% ഇത്തരത്തിലുള്ള വർക്കേഴ്സ് ആരാണ് ഈ പറഞ്ഞ SC ST ബിലോങ്ങിങ് ഗ്രൂപ്പുകളിൽ പെടുന്നതാണ്. SC ST OBC ഗ്രൂപ്പിൽ പെടുന്ന ആളുകളാണ് ഈ മാനുവൽ സ്കാവഞ്ചിങ് ജോലികൾ ചെയ്യുന്നത്. അപ്പം മാനുവൽ സ്കാവഞ്ചിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളത് ടോട്ടലി തന്നെ എലിമിനേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് മാനുവൽ സ്കാവഞ്ചിങ് എന്ന് പറയുമ്പോഴേക്കും ഒരു പരിധി വരെ നമ്മുടെ പണ്ട് കാലങ്ങളിലാണ് തൊട്ടുള്ള ഒരു രീതിയാണ്, അല്ലെങ്കിൽ പണ്ട് കാലം തൊട്ടിട്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഈ പറഞ്ഞ പോലെ കണ്ടുവരുന്ന ഒരു തരം ഇൻഇക്വാളിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് ഇൻഇക്വാളിറ്റീസ് ആണ്. സർട്ടൻ കാസ്റ്റിൽ പെടുന്ന ആളുകൾക്ക് ഈ ജോലികൾ മീൻസ് ഇതുപോലുള്ള മാനുവൽ സ്കാവഞ്ചിങ് പോലുള്ള ജോലികൾ ഇന്ന കാസ്റ്റിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ അത്തരത്തിലുള്ളൊരു മനോഭാവം നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഡേറ്റയും അതിലേക്ക് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഹൈലൈറ്റ് ചെയ്യുന്നത് തന്നെയാണ്. 92% SC ST OBC ഗ്രൂപ്പുകളിൽ പെടുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ ഡേറ്റയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് തന്നെ ഫർദർ ഓൺ കാസ്റ്റ് വൈസ് ഡിവിഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 64.9% ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെടുന്ന ആളുകളാണ്. അതായത് മാനുവൽ സ്കാവഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട 100 തൊഴിലാളികൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അതിൽ 65 ആളുകളും ഈ പറഞ്ഞ പോലെ SC വിഭാഗത്തിൽ പെടുന്ന ആളുകളും 8.3% ST വിഭാഗത്തിൽ പെടുന്ന ആളുകളും 14.7% OBC വിഭാഗത്തിൽ പെടുന്ന ആളുകളും റെസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു 8% ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ പറഞ്ഞ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് നിൽക്കുന്നത് SC വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് ഭൂരിഭാഗം, അല്ലെങ്കിൽ അത്രത്തോളം ഈ പറഞ്ഞ പോലെ ആളുകൾ കൂടുതലും ഈ മാനുവൽ സ്കാവഞ്ചിങ് ജോലികൾ ഏർപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രയാസപ്പെട്ട ഒരു കാര്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള മാനുവൽ സ്കാവഞ്ചിങ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റീസെന്റ് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവിടെ റെയിൽവേ ട്രാക്കിന് സമീപം ഈ പറഞ്ഞ പോലെ സ്കാവഞ്ചിങ് ജോലികളിൽ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ പിറ്റ് ഹോളുകൾ ഈ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ് ആ ഒരു വ്യക്തി ഈ പറഞ്ഞ പോലെ മരണമടഞ്ഞ ഒരു വാർത്ത നിങ്ങളെല്ലാവരും മറന്നു കാണത്തില്ല, ഓർക്കുന്നുണ്ടാവും. സോ ഇങ്ങനെയുള്ള പിറ്റ് ഹോളുകളിൽ അല്ലെങ്കിൽ മാനുവൽ സ്കാവഞ്ചിങ് ജോലികളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ ഈ പറഞ്ഞ പോലെ പൈപ്പ് ലൈൻസിലൊക്കെ തന്നെ ക്ലീൻ
ചെയ്യാനായിട്ട് പോകുമ്പോഴേക്കും ഇത് മാനുവൽ ആയിട്ട് വരുന്ന വേസ്റ്റുകളൊക്കെയാണ് കൂടുതലും വരിക. അപ്പോൾ ആ വേസ്റ്റുകളിൽ നിന്ന് നമുക്കറിയാം നമുക്ക് മീഥെയിൻ ഗ്യാസിന്റെ എമിഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഗ്യാസുകൾ ശ്വസിക്കുമ്പോഴേക്കും ആൾ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അൺകോൺഷ്യസ് ആയിട്ട് മാറാൻ ഇടയുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും പതുക്കെ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഒരു വ്യക്തിയുടെ മരണത്തിലേക്ക് വരെ ചെന്നെത്താനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു എന്താ പറയാ, നമുക്കിപ്പം റൈറ്റ് ടു ലൈഫ് എന്ന് പറയുമ്പോഴേക്കും റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി എന്നുള്ളൊരു പോയിന്റ് കൂടെ ആർട്ടിക്കിൾ 21 ഇങ്ങനെയുള്ള ജോലികളിൽ ഏർപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ഡിഗ്നിറ്റിയാണ് തീർച്ചയായിട്ടും ബാധിക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്കലി നമ്മളത് ആലോചിച്ച് കഴിഞ്ഞാൽ പോലും അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് നമുക്കവിടെ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുമ്പോൾ വെറുതെ ജീവിക്കുക എന്നുള്ളൊരു കണ്ടീഷൻ അല്ല നമ്മളവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഡിഗ്നിറ്റിയോടുകൂടി ജീവനാണ്. ഒരു പക്ഷേ ഇന്നലത്തെ പത്രത്തിൽ നിങ്ങൾ ആ ഒരു പോയിന്റ് വായിച്ചിട്ടുണ്ടാവും. ഇന്നലെ പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ടാണ് നമുക്ക് DNA ഒരു സെക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്നലത്തെ പത്രത്തിൽ നിങ്ങൾ ഫ്രണ്ട് പേജിൽ ഹിന്ദു ന്യൂസ് പേപ്പറിലൊക്കെ ആണെങ്കിൽ ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്നു അരുണ ഷാൻബാഗ് എന്നുള്ളൊരു സ്ത്രീ ഈ പറഞ്ഞ പോലെ കേസിനെ കുറിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് പണ്ട് സുപ്രീം കോടതി ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഉത്തനേഷ്യ, അതായത് ഈ പറഞ്ഞ പോലെ പാസീവ് ആയിട്ടുള്ള യുത്തനേഷ്യ ഇന്ത്യയിൽ പെർമിറ്റ് ചെയ്തുകൊണ്ടൊരു കേസായിരുന്നു അരുണ ഷാൻബാഗിന്റെ കേസ്. പക്ഷേ അരുണ ഷാൻബാഗിന്റെ കേസിൽ ഈ പറഞ്ഞ പോലെ എന്താണ് പാസീവ് യുത്തനേഷ്യ ആ ഒരു ടൈമിൽ ഇന്ത്യയിൽ വരാൻ കാരണം എന്ന് പറയുമ്പോഴേക്കും ഈ പോയിന്റ് തന്നെയാണ്. അതായത് റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി എന്നുള്ളൊരു പോയിന്റ്. അതായത് വെറുതെ ജീവിച്ചാൽ പോരാ, ഡിഗ്നിറ്റിയോടുകൂടിയുള്ള ജീവിതമായിരിക്കണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അവിടെ ഈ പറഞ്ഞ പോലെ ഉത്തനേഷ്യ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ലൈഫ് എന്ന് പറയുന്നത് ജസ്റ്റ് മെഡിക്കൽ സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, മെഷീൻസിന്റെ ഒക്കെ വെന്റിലേറ്റേഴ്സ് അങ്ങനെയുള്ള മെഷീൻസിന്റെ ഒക്കെ തന്നെ സഹായത്തോടെ മാത്രം നമ്മുടെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസരത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിഗ്നിറ്റിയോടുകൂടി ജീവിതം എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ഡിഗ്നിറ്റി, ആ ഒരു അഭിമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആളുകൾക്ക് അത് പറ്റുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോഴേക്കുമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ സീരിയസ് ആയിട്ടുള്ള ഇൽനെസ് ഒക്കെ ഉള്ള വ്യക്തികൾക്ക് പാസീവ് യുത്തനേഷ്യ ഓക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിധി വന്ന ഒരു കേസായിരുന്നു അരുണ ഷാൻബാഗിന്റെ കേസും. അത് വീണ്ടും ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം വീണ്ടും അത് നമ്മൾ വാർത്തയിൽ ഇടപെടിച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് ആ രീതിയിലേക്ക് റൂൾസും കാര്യങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് പോകുന്നു. അപ്പൊ എനിവേ അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് വരുന്നത്. ഇവിടെ ലൈഫ് എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ലൈഫ് എന്ന് പറയുമ്പോഴേക്കും നോർമൽ ലൈഫ് അല്ല കൃത്യമായിട്ട് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി, ഡിഗ്നിറ്റിയോടുകൂടിയുള്ള ലൈഫാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഡിഗ്നിറ്റി നഷ്ടപ്പെടാനായിട്ട് തീർച്ചയായിട്ടും പാടില്ല. ഇവിടെ ഇത്തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോഴേക്കും അതൊരു തരത്തിൽ ഈ പറഞ്ഞ പോലെ സമൂഹം അവരെ അങ്ങനെ ആക്കിയിരിക്കുകയാണ്. ബിക്കോസ് അവർക്ക് മറ്റൊരു ജോലികളും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മറ്റൊരു ജോലിയും ചെയ്യാതെ പറ്റാതെ വരുമ്പോഴേക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ജോലികളിലേക്ക് ആളുകൾ ഏർപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് സത്യാവസ്ഥയായിട്ട് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗവൺമെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആലോചിച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് അതിനകത്ത് ഈ പറഞ്ഞ പോലെ കറക്ഷൻസ് ആവശ്യമാണ്. ബിക്കോസ് ഇങ്ങനെയുള്ള ജോലികളിൽ അല്ലാതെ തന്നെ ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നോർമൽ ലൈവ്ലിഹുഡ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു അവസരം, ഒരു എംപ്ലോയ്മെന്റ് ജനറേഷൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സമൂഹത്തിലുണ്ടായിരിക്കണം. കാരണം മതിയായിട്ടുള്ള തരത്തിലുള്ള ജോലികളൊക്കെ, ജോലി അവസരങ്ങൾ എക്കണോമിയിലുണ്ട്, മീൻസ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ജോലികളിൽ പിന്നെ ഏർപ്പെടേണ്ടി വരികയില്ല. പിന്നെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കൂടുതലും മെക്കനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉപയോഗിക്കും. നമ്മൾ ടെക്നോളജിക്കലി ഇത്ര അപ്ഡേറ്റഡ് ആയിട്ടുള്ള രാജ്യമാണ്, അല്ലെങ്കിൽ ഇത്രത്തോളം നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്തിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ജോലികളിലൊക്കെ തന്നെ നമ്മൾ ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആകണം. ആ രീതിയിൽ നമ്മൾ കേരളത്തിന്റെ ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ബിക്കോസ് ഈ പറഞ്ഞ പോലെ കേരളത്തിലാണ് ഏറ്റവും നമ്മൾ ആദ്യമായിട്ട് ഇത്തരത്തിൽ മാനുവൽ സ്കാവഞ്ചിങ് ഒഴിവാക്കി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള പിറ്റ് ലൈനുകളൊക്കെ നമുക്ക് റോബോട്ടിക്കിന്റെ സഹായത്തോടെ, ബണ്ടിക്കൂട്ട് എന്ന് പറയുന്ന റോബോട്ട് ഒരു കേരള ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഇനോഗ്രേറ്റ് മീൻസ് കണ്ടുപിടിച്ച റോബോട്ടാണ്. പല എക്സാമുകൾക്ക് ഒരുപക്ഷെ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. ബണ്ടിക്കൂട്ട് എന്ന് പറയുന്ന കേരളത്തിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇത്തരത്തിൽ സ്കാവഞ്ചിങ് ജോലികൾ റോബോട്ടുകളെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കണ്ടുപിടുത്തമൊക്കെ മുന്നോട്ട് വന്നത്. അപ്പോൾ ആ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളും അല്ലെ ആ രീതിയിലുള്ള ഡയറക്ഷൻസ് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്. ഈ പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്തിരുന്നത് കേട്ടോ. കാരണം നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പരീക്ഷയിൽ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് എഴുതേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള ഡേറ്റാസ് ഒക്കെ കൊടുത്ത് എഴുതുന്ന ആൻസർ നല്ല രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ കറണ്ട് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു സർവേക്കകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷമല്ല 2018 തൊട്ട് 2022 വരെയുള്ള കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് ഇത്തരത്തിൽ മാനുവൽ സ്കാവഞ്ചിങ് ജോലികളുമായിട്ട് ഏർപ്പെട്ട 377 ആളുകളാണ് ഇന്ത്യയിൽ മരണമടഞ്ഞത്. ഓക്കെ, ഇത്രയും ആളുകൾ ഇന്ത്യയിൽ മരണമടഞ്ഞുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഈ ഒരു മാനുവൽ സ്കാവഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഓർത്തിരിക്കാനായിട്ടുള്ളത്. ഇനി മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമസ്തേ എന്നുള്ള സ്കീം, ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിരിക്കുന്ന നമസ്തേ എന്നുള്ള സ്കീമിനെ കുറിച്ചിട്ടൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇത് എന്തുകൊണ്ടാണ് ഇത് വാർത്തയിൽ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ റീസെന്റ് തന്നെ മറ്റൊരു വാർത്ത കണ്ടുകയാണ്. ഒരു 2 മാസം മുമ്പ് നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ 766 ഡിസ്ട്രിക്റ്റുകളിൽ 508 ഡിസ്ട്രിക്റ്റുകളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി മാനുവൽ സ്കാവഞ്ചിങ് ഫ്രീ ആക്കി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതായത് ഇന്ത്യയിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്ന 766 ഡിസ്ട്രിക്റ്റുകളിൽ സ്റ്റിൽ മാനുവൽ സ്കാവഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. അതിൽ 508 ഡിസ്ട്രിക്റ്റുകളെ നമ്മൾ മാനുവൽ സ്കാവഞ്ചിങ് ഫ്രീ ആക്കി മാറ്റി എന്നുള്ള വാർത്തയും ഇതിനോടനുബന്ധിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എനിവേ അങ്ങനെ ഒരു മാനുവൽ സ്കാവഞ്ചിങ് ഫ്രീ ഒക്കെ ആക്കാൻ നമ്മളെ സഹായിച്ച ഈ ഒരു സ്കീമാണ് നമസ്തേ എന്നുള്ള സ്കീമാണ്. നമസ്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ എക്കോസിസ്റ്റം. അപ്പം നമ്മൾ സാനിറ്റേഷൻ വർക്കുകൾ എങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, മെക്കനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ലോഞ്ച്ഡ് വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ടു എൻഷുർ സേഫ്റ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് സാനിറ്റേഷൻ വർക്കേഴ്സ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആ ഡിഗ്നിറ്റി ഓഫ് സാനിറ്റേഷൻ വർക്കേഴ്സ് എന്ന് പറയുമ്പോഴേക്കും ഏത്
ഏത് പോയിന്റിൽ നിന്നും വന്നതാണ്? നമ്മുടെ റൈറ്റ് ടു ലൈഫ്, ആർട്ടിക്കിൾ 21 പ്രകാരം റൈറ്റ് ടു ലൈഫ് എന്ന് പറയുമ്പോഴേക്കും അത് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി എന്നുള്ളൊരു പോയിന്റാണ് ഇവിടെ ഉറപ്പാക്കേണ്ടത്. വർക്കേഴ്സ് ഇൻ അർബൻ ഇന്ത്യ ആസ് വെൽ ആസ് പ്രൊവൈഡിംഗ് സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ടു ദിസ് വർക്കേഴ്സ്. ഇതിനകത്ത് ഈ ഒരു സ്കീം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ സ്കീമുകൾ പഠിക്കുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് മിനിസ്ട്രീസ് അറിഞ്ഞിരിക്കണം. ഇവിടെ ഒരു മിനിസ്ട്രി അല്ല, രണ്ട് മിനിസ്ട്രിയുടെ ജോയിന്റ് ഇനീഷ്യേറ്റീവ് ആണ്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെയും ദെൻ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്, ഈ രണ്ട് മിനിസ്ട്രികളുടെ ചേർന്നിട്ടുള്ള ജോയിന്റ് ഇനീഷ്യേറ്റീവ് ആണ് നമസ്തേ എന്നുള്ള സ്കീം. ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സഫായി കർമ്മചാരി ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. സഫായി കർമ്മചാരീസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മാനുവൽ സ്കാവഞ്ചേഴ്സിന്റെ മറ്റൊരു പേരാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കീമുകളിലൊക്കെ അറിയപ്പെടുന്നതാണ് സഫായി കർമ്മചാരീസ്. സോ നാഷണൽ സഫായി കർമ്മചാരി ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഈ ഒരു നമസ് എന്നുള്ള സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ദെൻ ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി 2022 മുതൽ 26 വരെയുള്ള കാലഘട്ടത്തിൽ ഇതിന്റെ ഫസ്റ്റ് ഫേസ് എന്ന നിലയിൽ 500ഓളം സിറ്റികൾ ഈ പറഞ്ഞ പോലെ ടേക്ക് ഓവർ ചെയ്ത് അവിടെ മാനുവൽ സ്കാവഞ്ചിങ് ഫ്രീ ആക്കണം എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യമായിട്ട് പറയപ്പെട്ടിരുന്നത്. ആ ലക്ഷ്യമാണ് ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ഇൻ ന്യൂസ് എന്നുള്ള രീതിയിലേക്ക് കണ്ടിട്ടുണ്ടായിരുന്നത്. റീസെന്റ് 508 ഡിസ്ട്രിക്റ്റുകളെ മാനുവൽ സ്കാവഞ്ചിങ് ഫ്രീ ആക്കി മാറ്റി എന്നുള്ള മിനിസ്ട്രിയുടെ ഈ ഒരു അറിയിപ്പ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഫേസിൽ ഓൾമോസ്റ്റ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ സെക്കൻഡ് ഫേസിൽ ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളും കൂടെ കംപ്ലീറ്റ്ലി മാനുവൽ സ്കാവഞ്ചിങ് ഫ്രീ ആക്കി മാറ്റണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഉദ്ദേശമായിട്ട് പറയപ്പെടുന്നത്. ദെൻ അടുത്ത ഇതിന്റെ പ്രധാനപ്പെട്ട എയിമും കൂടെ അറിഞ്ഞിരിക്കാം. ഈ ഒരു സ്കീമിന്റെ സീറോ ഫാറ്റലിറ്റീസ് ഇൻ സാനിറ്റേഷൻ വർക്ക് ഇൻ ഇന്ത്യ ആണ്. അതായത് ഇത്തരത്തിൽ സാനിറ്റേഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ പോലും മരണം അടയാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴേക്കാണ് നമ്മൾ ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ റീസെന്റ് ഉണ്ടായ ഒരു കേസ് ഇതിനകത്ത് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. ദെൻ ഓൾ സാനിറ്റേഷൻ വർക്ക് ഈസ് പെർഫോംഡ് ബൈ സ്കിൽഡ് വർക്കേഴ്സ്, സ്കിൽഡ് വർക്കേഴ്സിന് ഉപയോഗിച്ചിട്ടായിരിക്കണം സാനിറ്റേഷൻ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ദെൻ നോ സാനിറ്റേഷൻ വർക്കേഴ്സ് കം ഇൻ ഡയറക്ട് കോൺടാക്ട് വിത്ത് ഹ്യൂമൻ ഫീക്കൽ മാറ്റർ, ഹ്യൂമൻ ഫീക്കൽ മാറ്ററുമായിട്ട് ഡയറക്ട് കോൺടാക്റ്റിൽ ഒരു സാനിറ്റേഷൻ വർക്കേഴ്സും വരാൻ ഇടയാകരുത് എന്നുള്ളതും ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ദെൻ സാനിറ്റേഷൻ വർക്കേഴ്സ് ആർ കളക്ടിവൈസ്ഡ് ഇൻടു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് ആർ എംപവർഡ് ടു റൺ സാനിറ്റേഷൻ എന്റർപ്രൈസസ്. അവർക്ക് മറ്റൊരു നല്ലൊരു ജോലികൾ മീൻസ് ഇത്തരത്തിൽ സാനിറ്റേഷൻ എന്റർപ്രൈസസ് റൺ ചെയ്യുന്ന രീതിയിലേക്ക് അവർക്ക് ലൈവ്ലിഹുഡ് മാറാനായിട്ട് സാധിച്ചിരിക്കണം. ദെൻ ഓൾ സീവർ ആൻഡ് സെപ്റ്റിക് ടാങ്ക് സാനിറ്റേഷൻ വർക്കേഴ്സ് ഹാവ് ആക്സസ് ടു ഓൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ്. അതായത് ഈ തൊഴിൽ മാത്രമല്ല മറ്റു പല ജോലികളിലും ഇവർക്ക് ഏർപ്പെടാൻ സാധിക്കണം എന്നുള്ളതും ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയപ്പെടാം, അല്ലെങ്കിൽ എയിമായിട്ട് പറയപ്പെടാവുന്നതാണ്. ദെൻ ഇതാണ് രണ്ടാമത്തെ അതിനകത്ത് പോയിന്റ്, പി എം സൂരജ് എന്നുള്ളത്. പി എം സൂരജ് എന്ന് പറയുന്ന ഒരു നാഷണൽ പോർട്ടലാണ് വിച്ച് എയിംസ് ടു അപ്ലിഫ്റ്റ് ദ മോസ്റ്റ് മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിലെ ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു നാഷണൽ പോർട്ടലാണ് പി എം സൂരജ്. ആൻഡ് ഇറ്റ് മെയിൻലി പ്രൊവൈഡ് ക്രെഡിറ്റ് അസിസ്റ്റൻസ് ടു 1 lakh ഓണ്ടർപ്രണേഴ്സ് ഫ്രം ഡിസഡ്വാൻറ്റേജ് കമ്മ്യൂണിറ്റീസ്. ഡിസഡ്വാൻറ്റേജ് ഇത്തരത്തിൽ ഈ പറഞ്ഞ മാനുവൽ സ്കാവഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അവരിൽ നിന്നും 100,000 ഓണ്ടർപ്രണേഴ്സിന് പുതിയ തരം ബിസിനസ്സുകളൊക്കെ റൺ ചെയ്യാനായിട്ടുള്ള ഗവൺമെന്റിന് അല്ലെങ്കിൽ അവർക്ക് അതിനുവേണ്ടി സഹായിക്കുന്ന ക്രെഡിറ്റുകളൊക്കെ അസിസ്റ്റൻസ് കൊടുക്കുന്ന സഹായിക്കുന്ന ഗവൺമെന്റ് ഒരു പോർട്ടലാണ് പി എം സൂരജ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ദിസ് പോർട്ടൽ എയിംസ് ആസ് വൺ സ്റ്റോപ്പ് പോയിന്റ് വെയർ പീപ്പിൾ ഫ്രം ഡിസഡ്വാൻറ്റേജ് സെക്ഷൻ ഓഫ് സൊസൈറ്റി ക്യാൻ അപ്ലൈ ഫോർ ആൻഡ് മോണിറ്റർ ദ പ്രോഗ്രസ് ഓഫ് ഓൾ ലോൺ ആൻഡ് ക്രെഡിറ്റ് സ്കീംസ് ഓൾറെഡി അവൈലബിൾ ടു ദം. അതായത് ഈ സ്കീമിൽ ഉൾപ്പെടുത്തി, അതായത് ഇത്തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജ് സെക്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് സ്കീമുകളെ കുറിച്ചിട്ട് അറിയാനായിട്ടും എങ്ങനെ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് സ്റ്റേജിലാണ് നിലവിൽ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ള ഒരു വൺ സ്റ്റോപ്പ് പോയിന്റ് ആണ്. ആ ഒരു ഒറ്റ വെബ്സൈറ്റിൽ ആ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ഈ വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ ഈ ഒരു ക്രെഡിറ്റ് സപ്പോർട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, അതായത് ഇത്തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജ് കമ്മ്യൂണിറ്റീസിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ NBFCസിനും കൊടുക്കാം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആ പോയിന്റ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് പ്രിലിംസിന് ആവശ്യമായിട്ട് വരും. പി എം സൂരജിനകത്ത് ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആയിട്ട് NBFCs ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസും ഇതിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരുന്നേക്കാം. ഓക്കെ, ഇത്രയും പോയിന്റാണ് നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് കൃത്യമായിട്ടും പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. ആ ഒരു നമസ്തേ എന്ന സ്കീമും പി എം സൂര്യ എന്നുള്ള കാര്യവും ആ ഒരു പോർട്ടലിലും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരുന്നേക്കാം. ഓക്കെ, ദെൻ പിന്നെ കേരളത്തിലാണ് ആദ്യമായിട്ട് ആ ഒരു ബണ്ടിക്കൂട്ട് റോബോട്ടിന്റെ ആ ഒരു കേരള ബേസ്ഡ് സ്റ്റാർട്ട് കമ്പനിയാണ് ആദ്യം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൊരു പോയിന്റും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ദെൻ രണ്ടാമത്തെ ടോപ്പിക്കാണ് ബ്രിഡ്ജിംഗ് ദ ചെസം ഓഫ് ഗ്ലോബൽ ഇൻഇക്വാളിറ്റി. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ഇൻഇക്വാളിറ്റിയെ കുറിച്ചിട്ടാണ്. സോ ഗ്ലോബൽ ഇൻഇക്വാളിറ്റി എന്ന് പറയുമ്പോഴേക്കും ഇതിനകത്ത് ഈ ഒരു ആർട്ടിക്കിളത്ത് മെയിൻലി ഡിസ്കസും ചെയ്യുന്നുണ്ട്. ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഒരു ടോപ്പിക്കും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം റീസെന്റ് ഇപ്പോൾ ഒരു മാസം മുമ്പാണ് ILOയുടെ റിപ്പോർട്ട് വന്നിരുന്നത്. which told that global inequality is rising as labor income stagnates. അതായത് ഗ്ലോബൽ ലെവലിൽ ഇൻഇക്വാളിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സാഹചര്യത്തിൽ ലേബർ ഇൻകം, അതായത് തൊഴിലാളികൾക്ക് കിട്ടുന്ന വരുമാനം ഈ പറയുന്ന സ്റ്റാഗ്നന്റ് ആയിട്ട് നിന്നുകൊണ്ടിരിക്കുക, അതിൽ വളർച്ചയില്ല. ഗ്ലോബൽ ഇൻഇക്വാളിറ്റി അതുമൂലമാണ്, ഈ ഒരു ലേബർ ഇൻകം സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്നത് മൂലം ലോകത്ത് ഗ്ലോബൽ ഇൻഇക്വാളിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ILOയുടെ റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരുന്നത്. ILO മീൻസ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അതിനകത്ത് ഈ ഇൻഇക്വാളിറ്റി കൂടുതൽ വഷളാകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ILO ചൂണ്ടിക്കാണിച്ചത് AI
ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓട്ടോമേഷനുമാണ്. ബിക്കോസ് ഈ രണ്ട് കാര്യങ്ങൾ, എയും ഓട്ടോമേഷനും വന്നതോടുകൂടി കമ്പനികളിലൊക്കെ തന്നെ ലേബറിന്റെ അളവ് പണ്ടത്തെ അത്രയും വേണ്ട, തൊഴിലാളികളെ പണ്ടത്തെ അത്രയും ആവശ്യമില്ല. ഇനി തൊഴിലാളികൾക്ക് അവിടെ നിൽക്കണേ തന്നെ അവർക്ക് അത്രയും വരുമാനം, മീൻസ് അവർക്ക് അത്രയും പണ്ടത്തെ അത്രയും സാലറിയും കാര്യങ്ങളും കമ്പനികൾ ഇപ്പോൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ILO എർജ് ചെയ്യുന്നുണ്ട് 2030 ആകുമ്പോൾ സസ്റ്റൈൻ ഡെവലപ്മെന്റ് ഗോൾസിനകത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഗോളാണ് റിഡക്ഷൻ ഓഫ് ഇൻകം ഇൻഇക്വാളിറ്റീസ് എന്ന് പറയുന്നത്. സസ്റ്റൈൻ ഡെവലപ്മെന്റ് ഗോൾ 10 ആണ്. അപ്പോൾ ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഗവൺമെന്റുകൾ, ലോകത്തെമ്പാടുമുള്ള ഗവൺമെന്റുകൾ കൃത്യമായിട്ടും ഇടപെടണം എന്നുള്ളതാണ് ILO ഈ റിപ്പോർട്ടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ എനിവേ, ഇതാണ് നമ്മുടെ ആ SDG ഗോൾസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ 10 നമ്പർ SDG ഗോൾസ് 10 റെഡ്യൂസ്ഡ് ഇൻഇക്വാളിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 17 ഈ 17 കാണാതെ പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. എന്താണ് ഇപ്പം അറ്റ്ലീസ്റ്റ് ആ ഒരു ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഓൺ ലാൻഡ് ആണെന്നുള്ള പോയിന്റ്, അങ്ങനെ 17 ഗോളും എന്താണെന്നുള്ള കാര്യം പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് മെയിൻസിനൊക്കെ ഒരു ആൻസർ എഴുതാൻ നേരം ഇപ്പോൾ സപ്പോസ് ജെൻഡർ ഇക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഇൻട്രൊഡക്ഷനകത്തോ അല്ലെങ്കിൽ ബോഡി പാർട്ടിനകത്ത് എവിടെയെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SDG ഗോൾ നമ്പർ 5 ആണ് എന്നുള്ളൊരു പോയിന്റ് ഒക്കെ എഴുതാനായിട്ട് സാധിക്കും. ക്ലൈമറ്റ് ആക്ഷൻ 13ാമത്തെ ഗോളാണ്, ലൈഫ് ഓൺ ലാൻഡ് എന്ന് പറയുന്നത് 15ാമത്തെ പോയിന്റ് ആണ്. അങ്ങനെ ആ ഒരു 17 ഗോളുകളും ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. മെയിൻസിന് നിങ്ങൾക്ക് ആവശ്യപ്പെട്ടേക്കാം. ഓക്കെ, ദെൻ നമുക്ക് തിരിച്ചു വരാം. വൈ ഈസ് ഇൻകം ഇൻഇക്വാളിറ്റി എ കൺസേൺ? അതായത് എന്തുകൊണ്ടാണ് ലോകത്ത് ഇൻകം ഇൻഇക്വാളിറ്റി ഒരു കൺസേൺ ആയിട്ട് മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ്യൂസ് ലേബർ ഇൻകം ഷെയർ ആണ്. ബിക്കോസ് നമുക്കറിയാം AI അല്ലെങ്കിൽ ഓട്ടോമേഷനൊക്കെ വന്നതോടുകൂടി വർക്കേഴ്സിന്റെ വരുമാനത്തിൽ കൃത്യമായിട്ടുള്ള കുറവ് വന്നിട്ടുണ്ട്. 2019 തൊട്ട് 2022 വരെയുള്ള കാലഘട്ടത്തിൽ നോക്കുവാണെങ്കിൽ വർക്കേഴ്സ് ലോകമെമ്പാടുമുള്ള ഗ്ലോബൽ ലേബേഴ്സിന്റെ വരുമാനത്തിൽ 0.6% റിഡക്ഷൻ ആണ് കണ്ടുവന്നിട്ടുള്ളത്. ഇതിന് പ്രധാന കാര്യം ബിക്കോസ് കമ്പനികൾക്ക് AI അല്ലെങ്കിൽ അതുപോലെ ഓട്ടോമേഷൻ സിസ്റ്റംസ് ഒക്കെ വെക്കുമ്പോഴേക്കും കൂടുതൽ വർക്കേഴ്സ് ഇല്ലാതെ തന്നെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷേ ഇത്തരത്തിൽ ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ജോലി ഉള്ളത് തന്നെ അവരുടെ വരുമാനം ചിലപ്പം കുറയും, കട്ട് ചെയ്യും. ഇപ്പം നേരത്തെ 10,000 രൂപ സാലറി കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ചിലപ്പോൾ അത് 5,000 രൂപ അല്ലെങ്കിൽ 6,000 രൂപയിലേക്ക് വരുമാനം ഒരു പക്ഷേ കട്ട് ചെയ്തേക്കാം, സാലറി കട്ട് ചെയ്തേക്കാം. ഇങ്ങനെയൊക്കെ വരുമ്പോഴും ആളുടെ ഈ പറഞ്ഞ പോലെ ഡിസ്പോസിബിൾ ഇൻകത്തിനകത്ത് വ്യത്യാസം വരും. സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവ്, പർച്ചേസിംഗ് പവർ, ഈ കാര്യങ്ങളെല്ലാം തന്നെ താഴത്തേക്ക് പോകും. ഇത് താഴത്തേക്ക് പോകുമ്പോഴേക്കും മീൻസ് ആളുകളുടെ കയ്യിൽ വരുമാനം കുറയും, ഒബ്വിയസ്ലി അവരുടെ ഡിമാൻഡ് കുറയും, സാധനങ്ങൾ വാങ്ങാനുള്ള അവരുടെ കഴിവ് കുറയും. ആ ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കമ്പനികൾ സാധനങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത് കുറയ്ക്കും. ബിക്കോസ് നാട്ടിൽ സാധനം വിറ്റ് പോകുന്നില്ല, പിന്നെ എന്തിനാണ് ഒരുപാട് കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികൾ അവരുടെ പ്രൊഡക്ഷൻ കുറയ്ക്കും. കമ്പനികൾ പ്രൊഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ലേബേഴ്സിനെ ഈ പറഞ്ഞ ഒന്നെങ്കിൽ ലേ ഓഫ് ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലേബേഴ്സിനെ പിരിച്ചുവിടാനായിട്ടുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിങ്ങനെ ഓൾ ഓവർ ഒരു വിഷ്യസ് സൈക്കിൾ, പോവർട്ടിയുടെ ഒരു വിഷ്യസ് സൈക്കിളിലേക്ക് പോകും. എല്ലാം താഴത്തേക്ക് ഒരു നെഗറ്റീവ് ട്രെൻഡാണ്, ഒരു വിഷ്യസ് സൈക്കിളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ഈ ഇൻകം ഇൻഇക്വാളിറ്റി വളരാനായിട്ട് ഒരു പരിധി വരെ നമ്മുടെ COVID-19 ഒരു കാരണം തന്നെയാണ്. ബിക്കോസ് COVID-19 കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഈ ടൈം പീരീഡിൽ COVID-19 മൂലം ഒരു 40% ആ ഒരു ഇൻകം റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ഇൻകം റിഡക്ഷനകത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പം വരുമാനം ഉള്ള ആളും ഇല്ലാത്ത ആളും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് 40% ഈ ഒരു ടൈം പീരീഡിൽ ഈ പറഞ്ഞ പോലെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദെൻ ടെക്നോളജിക് ഇന്നോവേഷൻസ്, ഇപ്പം AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നോളജിക് ഇന്നോവേഷൻ തന്നെയാണ്. ടെക്നോളജീസിന് എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. ആ ടെക്നോളജീസിന് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് നമുക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത്. അതും കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ILOയുടെ റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഇനി എന്താണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എംപ്ലോയ്മെന്റുകൾ ജനറേറ്റ് ചെയ്യണം. അതിപ്പോൾ AI വന്നെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഓട്ടോമേറ്റഡ് ആയ ടെക്നോളജി, ഇതെല്ലാം വരുമ്പോൾ തീർച്ചയായിട്ടും ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് തൊഴിലവസരങ്ങൾ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രം. ബിക്കോസ് ഇപ്പോൾ AI എന്ന് പറയുമ്പോഴേക്കും പുതിയൊരു ടെക്നോളജിയാണ്. അപ്പം അത് കമ്പനികൾ അഡോപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും കമ്പനികളിൽ അതിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ അത് കൃത്യമായിട്ട് റൺ ചെയ്യിക്കാനായിട്ടൊക്കെ തന്നെ ഒരുപാട് ടെക്നീഷ്യൻസിന്റെ ആവശ്യം വരും. അപ്പോൾ ആ മേഖലകളിൽ കൃത്യമായിട്ട് ഗവൺമെന്റ് ഒരു സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇവിടെയുള്ള നാട്ടിലുള്ള ആളുകൾക്ക് കൊടുക്കുവാണെങ്കിൽ ഇത്തരം ജോലികളിൽ നമുക്ക് ഇവിടെയുള്ള ആളുകൾക്ക് തന്നെ തൊഴിലവസരങ്ങളായിട്ട് അതിനെ മാറ്റാൻ സാധിക്കും, അവിടെ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ശരിക്കും ഈ പറഞ്ഞ പോലെ വരും കാലഘട്ടത്തിൽ എന്താണ് അല്ലെങ്കിൽ ഏത് മേഖലയിലുള്ള ജോലികളാണ് കൂടുതൽ ആവശ്യം വരിക എന്നുള്ളത് തിരിച്ചറിഞ്ഞ് സർക്കാർ ആ രീതിയിലുള്ള പോളിസീസ് എടുക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ളൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് കൃത്യമായിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് ജനറേഷൻ നമുക്ക് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള എംപ്ലോയ്മെന്റ് ജനറേഷൻ നടത്തി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ വരുമാനത്തിന്റെ ഒക്കെ പേരിലുള്ള ഇൻഇക്വാളിറ്റീസ് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. then ഈ പറഞ്ഞ പോലെ ഫ്രീഡം ഓഫ് അസോസിയേഷൻ ഒരുക്കാനായിട്ട് സാധിക്കണം, കളക്റ്റീവ് ബാർഗെയിനിങ്. ബിക്കോസ് കമ്പനികളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ വരുമാനം അല്ലെങ്കിൽ നമ്മുടെ സാലറി പെട്ടെന്ന് കട്ട് ചെയ്തു, നമ്മളോട് പോലും ആലോചിക്കാണ്ട്
കട്ട് ചെയ്തു. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആ ഫ്രീഡം ഓഫ് അസോസിയേഷൻ, അവിടെ ഈ പറഞ്ഞ പോലെ ഒരു അസോസിയേഷൻ രൂപീകരിക്കാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനിയുമായിട്ട് കളക്റ്റീവ് ബാർഗെയിനിങ് നടത്താനായിട്ട് ഒക്കെയുള്ള രീതിയിലുള്ള ഒരു പോളിസീസ് ഗവൺമെന്റ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇൻക്ലൂസീവ് ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു ഇൻഇക്വാളിറ്റിയുടെ 10th സസ്റ്റൈൻ ഡെവലപ്മെന്റ് ഗോൾ 10 ആണെന്നുള്ള കാര്യം മറക്കാതെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് ആ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു പ്രിലിംസിന്റെ ബേസിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഇൻഇക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇൻഇക്വാളിറ്റി, വേൾഡിലെ ഇൻഇക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു നൽകുന്ന റിപ്പോർട്ടാണ് നമ്മുടെ വേൾഡ് ഇൻഇക്വാളിറ്റി ലാബ് പബ്ലിഷ് ചെയ്യുന്ന വേൾഡ് ഇൻഇക്വാളിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ വേൾഡ് ഇൻഇക്വാളിറ്റി ലാബ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പാരീസ് സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ ഒരു റിസർച്ച് സെന്റർ ആണ്. ബേസിക്കലി അത് ഗ്ലോബൽ ഇൻഇക്വാളിറ്റിയെ കുറിച്ച് പഠനം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ കൂടിയാണ്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ കഴിഞ്ഞ മാർച്ചിൽ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ട് 2022-23 കാലഘട്ടത്തിലെയാണ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ കാലയളവിൽ ഇന്ത്യയിൽ ഇൻകം ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ലെവൽ ഹയസ്റ്റ് ആയിരുന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇവിടെ 1% ടോട്ടൽ പോപ്പുലേഷന്റെ 1% ആൾക്കാർ കൈയടക്കി വെച്ചിരിക്കുന്ന ഇൻകം എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്മുടെ ഇൻകത്തിന്റെ 22.6% ഉണ്ട്. ടോട്ടൽ ഇന്ത്യയുടെ വെൽത്തിന്റെ 40% ഈ 1% ആൾക്കാർ തന്നെയാണ് കൈയടക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ അക്കോർഡിംഗ് ടു പേപ്പർ, ഈ ഒരു വേൾഡ് ഇൻഇക്വാളിറ്റി ലാബിന്റെ റിപ്പോർട്ട് പ്രകാരം ടോപ്പ് 1% ആളുകൾ ഹോൾഡ് ചെയ്യുന്ന ആവറേജ് 5.4 കോടി വരുമാനമാണ്. വെൽത്ത് നോക്കുവാണെങ്കിൽ 5.4 കോടി രൂപയുടെ വെൽത്ത് ഈ 1% ആൾക്കാർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. വിച്ച് ഇസ് 40 ടൈംസ് താൻ ആവറേജ് ഇന്ത്യൻ. ഒരു ആവറേജ് ഇന്ത്യൻ ഹോൾഡ് ചെയ്യുന്നതിനേക്കാൾ 40 മടങ്ങ് കൂടുതലാണ് ഈ 1% ആളുകൾ ഹോൾഡ് ചെയ്യുന്നത്. എന്നാൽ അതേ സമയത്ത് ബോട്ടം 50%ന്റെ അളവ് നോക്കുവാണെങ്കിൽ ഇവർ ഹോൾഡ് ചെയ്യുന്നത് വെറും 1.7 ലാക്ക് റുപ്പീസിന്റെ വെൽത്ത് മാത്രമാണ്. 1.7 ലാക്കിന്റെ മാത്രം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ആവറേജിന്റെ 0.1 ടൈംസ് മാത്രം. നാഷണൽ ആവറേജിന്റെ 40 ടൈംസോളം വരും ഇവിടെയുള്ള 1% ആൾക്കാർ ഹോൾഡ് ചെയ്യുന്ന വെൽത്ത്. ഇനി ബോട്ടം പെർസെന്റേജ് 50% ആൾക്കാർ ഹോൾഡ് ചെയ്യുന്നത് നാഷണൽ ആവറേജിന്റെ 0.1 ടൈംസും. മിഡിൽ ഇൻകത്തിന് വരുന്ന ആളുകൾ ഹോൾഡ് ചെയ്യുന്നത് 40% മാത്രമാണ് വെൽത്തിന്റെ കാര്യത്തിൽ, വിച്ച് ഇസ് നാഷണൽ ആവറേജിന്റെ 0.7 ടൈംസ് മാത്രം. അപ്പൊ റെസ്റ്റ് നല്ലൊരു ഭാഗവും ആര് തന്നെയാണ്, ആ ഒരു 1%, ടോപ്പ് 1% അല്ലെ അൾട്രാ റിച്ച് എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകളുടെ കൈകളിലാണ് ബഹുഭൂരിപക്ഷവും വെൽത്ത് ഇരിക്കുന്നത്. വിച്ച് ഷോസ് ദർ ഇസ് ഹൈ ഇൻകം ഇൻഇക്വാളിറ്റി ഇൻ അവർ കൺട്രി. ഓക്കെ, ഈ ഒരു ഡേറ്റയും കൂടെ ഒന്ന് കൃത്യമായിട്ട് ആ ഒരു വേൾഡ് ഇൻഇക്വാളിറ്റി ലാബിന്റെ കാര്യം ഒന്ന് കൃത്യമായിട്ടൊന്ന് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂലേക്ക് ഒന്ന് ഓർത്തിട്ട് നല്ലതായിരിക്കും. അടുത്ത വർഷം നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പാകെ ഇത് ആനുവലി പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ അടുത്ത വർഷം ഇതുപോലുള്ള റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിനകത്തെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നോക്കിയിട്ട് വേണം പ്രിലിംസിന് നമുക്ക് പോകാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യണം. ലാസ്റ്റ് ആർട്ടിക്കിളാണ് മേക്ക് ഇൻ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടാണ്. വാട്ട് ഹാസ് മേക്ക് ഇൻ ഇന്ത്യ അച്ചീവ്ഡ്? ഞാൻ നേരത്തെ പറഞ്ഞു മേക്ക് ഇൻ ഇന്ത്യ 10th ഇയർ ആണ്, ആനുവൽ ഇയർ ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ 10th ആനുവൽ ഇയറിൽ നിന്നും ഇപ്പം 10 വർഷമായി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യാൻ സാധിച്ചത്, മേക്ക് ഇൻ ഇന്ത്യയിലൂടെ അച്ചീവ് ചെയ്യാൻ സാധിച്ചു, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്കിവിടെ പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ മേക്ക് ഇന്ത്യ ആദ്യം നമുക്കറിയാം 25th സെപ്റ്റംബർ 2014 ഇത് ആക്ച്വലി ലോഞ്ച് ചെയ്തത് ഇന്ത്യയിൽ. ഇപ്പോൾ ഇതിന്റെ 10th ആനുവൽ ഇയർ ആണ്. ഇത് ലോഞ്ച് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ് നമുക്കറിയാം. പണ്ട് കാലങ്ങളിൽ നമ്മൾ മിക്ക വസ്തുക്കൾ മേടിക്കുമ്പോൾ അതിൽ മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല, പക്ഷേ ഈ സാധനങ്ങളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ്? ചൈനയിലായിരിക്കും. അപ്പം ആക്ച്വലി അങ്ങനെ ആകാൻ പാടില്ല. നമ്മളിവിടെ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഏറെക്കുറെ നമ്മുടെ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കാൻ സാധിക്കണം. ബിക്കോസ് ചൈന പോലെ തന്നെ അത്രയും പോപ്പുലേഷനും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ചൈനയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അത്രത്തോളം പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ഇവിടെ പ്രോപ്പർ സപ്പോർട്ടോടുകൂടി, ഗവൺമെന്റ് സപ്പോർട്ടോടുകൂടി അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും എന്ന വെളിച്ചത്തിലാണ് നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് 2014 കൊണ്ടുവരുന്നത്. അതായത് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെ, നമുക്ക് ഇവിടെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിർമ്മിക്കേണ്ട ഒരുപാട് ഫാക്ടറികൾ വരും. ഈ ഫാക്ടറികളൊക്കെ തന്നെ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആളുകളുടെ വരുമാനം കൂടും. വരുമാനം കൂടിക്കഴിഞ്ഞാൽ ഇവരുടെ ഡിമാൻഡ് കൂടും. മീൻസ് സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവ് വർദ്ധിക്കും. അങ്ങനെ നാട്ടിൽ വീണ്ടും ഈ പറഞ്ഞ പോലെ ഡിമാൻഡ് സൃഷ്ടിക്കും. ഈ ഇൻക്രീസ് ഡിമാൻഡ് കമ്പനികൾ എന്ത് ചെയ്യും? വീണ്ടും തൊഴിലാളികളെ ഹയർ ചെയ്യാനായിട്ടും അങ്ങനെ ഒരു പോസിറ്റീവ് ഗ്രോത്ത്, വിച്ച് ഈസ് വെർച്വസ് ഗ്രോത്ത് സൈക്കിൾ. വിഷ്യസ് എന്ന് പറയുന്നതാണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട താഴത്തേക്കുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയും. പോസിറ്റീവ് ഗ്രോത്തിന് പറയുന്നവരാണ് വെർച്വസ് ഗ്രോത്ത് സൈക്കിൾ. അപ്പം വെർച്വസ് പോസിറ്റീവും വിഷ്യസ് നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് സൈക്കിൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതിലൂടെ മേക്ക് ഇൻ ഇന്ത്യയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു വെർച്വസ് ആയിട്ടുള്ള ഗ്രോത്ത് സൈക്കിൾ കൂടിയാണ്. ഇതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഗ്രോത്ത് റേറ്റ്, ഈ പറഞ്ഞ പോലെ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് 12 മുതൽ 14% പെർ ആനം ആക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിട്ട്. ദെൻ 100 മില്യൺ അഡീഷണൽ മാനുഫാക്ചറിംഗ് ജോബ്സ് 2022 അത് റിവൈസ് ചെയ്ത് 2025 100 മില്യൺ അഡീഷണൽ മാനുഫാക്ചറിംഗ് ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക.
ടോട്ടൽ ജി ഡി പിയിലേക്ക് ഇൻഡസ്ട്രിയൽ അഥവാ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ 25% മാറ്റുക. നിലവിൽ ഈ പറഞ്ഞ പോലെ 17% ഉള്ളത്, 17-18%. അത് 25% ഉയർത്തുക. 2025 ആകുമ്പോഴേക്കും 25% ഉയർത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിട്ട് പറയേണ്ടത്. പക്ഷേ ഇത് ഈ ഒരു മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ സമയത്ത് ഇന്ത്യയുടെ ഒരു ജി ഡി പിയിലേക്കുള്ള മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് 14-15, 14 മുതൽ 15% മാത്രമായിരുന്നു. എനിവേ 10 വർഷം കൊണ്ട് പക്ഷേ നമുക്ക് എത്താൻ പറ്റിയത് ആ ഒരു 3% ഇൻക്രീസ് മാത്രമാണ്. നമ്മൾ 2025ഓടുകൂടി 25% കോൺട്രിബ്യൂഷൻ സെക്കൻഡറി സെക്ടറിന് വരണം. ഇതിപ്പോ ഇനി ഒരു വർഷം കൂടി ഉള്ളൂ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ. അപ്പൊ അത് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എങ്ങനെ നമ്മളത് 25% ആക്കി മാറ്റി അത് പറഞ്ഞ പോലെ തന്നെ നടപ്പാക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. ദെൻ അതിന്റെ പില്ലേഴ്സ് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. മേക്ക് ഇൻ ഇന്ത്യ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ന്യൂ പ്രോസസ് ആണ്. ഐ മീൻ ഇന്ത്യയിൽ കൂടുതൽ ബിസിനസ് അന്തരീക്ഷം വളർത്തി കൊടുക്കുക, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമുക്ക് ഈ പറഞ്ഞ പോലെ മെച്ചപ്പെട്ടതാക്കുക. അതിലൂടെ ഒരുപാട് ബിസിനസ് സ്റ്റാർട്ടപ്പുകൾ, എൻവയോൺമെന്റുകളൊക്കെ തന്നെ, ഒരു ബിസിനസ് എൻവയോൺമെന്റ് കൾച്ചർ ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ഇനി രണ്ടാമതായിട്ട് ന്യൂ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. ഇതിന്റെ ഭാഗമായിട്ടാണ് പലയിടങ്ങളിലും ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ, സ്മാർട്ട് സിറ്റികൾ തുടങ്ങിയവയൊക്കെ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് FDI ഗവൺമെന്റ് നല്ല രീതിയിൽ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഡിഫൻസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇപ്പോൾ FDI ഒരുപാട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻഷുറൻസ് മേഖലകൾ, മെഡിക്കൽ ഡിവൈസസ്, കൺസ്ട്രക്ഷൻ, റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ, ഈ മേഖലകളൊക്കെ തന്നെ സർക്കാർ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നു മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ടാണ്. പിന്നെ ഗവൺമെന്റ് മൈൻഡ് സെറ്റ് തന്നെ മാറാൻ തുടങ്ങി. പണ്ട് കാലങ്ങളിൽ ഒരു റെഗുലേറ്റർ ഇതെല്ലാം റെഗുലേറ്റ് ചെയ്ത് വെക്കുന്ന ഒരാളായിട്ടായിരുന്നു ഗവൺമെന്റ് എന്ന്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ബിസിനസ്സിനെ ഒരുക്കി കൊടുക്കാൻ, ബിസിനസ് ഈ പറഞ്ഞ പോലെ നടപ്പാക്കാൻ എന്താ പറയുക, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് ഗവൺമെന്റ് ഇപ്പോൾ ആക്ട് ചെയ്യുന്നത്. ഗുഡ് തിങ്, ഒരു നല്ലൊരു കാഴ്ചപ്പാട് തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ ബ്രിട്ടീഷ് സോറി, നമ്മൾ ആ ഒരു തുടക്ക കാലഘട്ടത്തിൽ റെഡ് ടേപ്പീസ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ടായിരുന്നു. അതായത് സർക്കാർ എല്ലാത്തിനും റെഗുലേറ്റ് ആയിട്ട് നിൽക്കുന്നു, ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇതാക്കുക, അല്ലെങ്കിൽ അത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ നിന്ന് മാറി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ നിന്ന് മാറി കുറച്ചുകൂടെ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ട് ഗവൺമെന്റ് ഇപ്പോൾ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഗവൺമെന്റ് ബിഗൺ ആസ് എ റോൾ ഓഫ് ഫെസിലിറ്റേറ്റർ അതർ ദാൻ റെഗുലേറ്റർ എന്നുള്ളത് ഒരു നല്ലൊരു കാഴ്ചപ്പാട് തന്നെയാണ്. ദെൻ ഇതിനകത്തെ പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ്, ഈ മേക്ക് ഇൻ ഇന്ത്യ നമുക്ക് സക്സസ്ഫുൾ ആക്കാനായിട്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്ന രണ്ട് ഇനീഷ്യേറ്റീവ് കൊണ്ട് അറിഞ്ഞിരിക്കുന്നതായിരിക്കും. ഒന്ന് PLI സ്കീമുകൾ, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ്. അതായത് കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൂടുതൽ ഇൻസെന്റീവ്സ് ഗവൺമെന്റ് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമുകൾ കമ്പനികൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, അപ്പോൾ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ ഒക്കെ ഇവിടെ നടപ്പാക്കിക്കൊള്ളുമല്ലോ. പിന്നെ PM ഗതിശക്തി, അതായത് കമ്പനികളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് സർക്കാരിന്റെ അനുവാദം കാര്യങ്ങളും കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു മൾട്ടി മോഡൽ ലാസ്റ്റ് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്താണ് PM ഗതിശക്തി ഇനീഷ്യേറ്റീവ്. ഇതിലൂടെ പ്രധാനപ്പെട്ട നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ ഉദ്ദേശിക്കുന്നുണ്ട്. റെയിൽവേസ്, റോഡ് വേസ്, പോർട്ട്, വാട്ടർ വേസ്, ഈ കാര്യങ്ങളിലൊക്കെ തന്നെയുള്ള ഡെവലപ്മെന്റ് PM ഗതിശക്തി കൊണ്ട് നമ്മൾ ടാക്കിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ ഇതിലേക്കുള്ള ചലഞ്ചസ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. ഗ്ലോബൽ മാനുഫാക്ചർ, ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു, 10 വർഷമായി എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യ ഗ്ലോബൽ മാനുഫാക്ചറിംഗിൽ 5th പൊസിഷനിൽ മാത്രമാണ്. അവിടുന്ന് ഇന്ത്യക്ക് ഒരുപാട് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ കൂടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെട്ടിട്ടില്ല. ഇപ്പോഴും സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൈവൽ കൺട്രീസ് ആയിട്ടുള്ള ചൈന പോലുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ ഒരുപാട് താഴെയാണ് കിടക്കുന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. എന്നാൽ ഈ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞു നിലവിൽ 17% ആണ്. ഇത് ഈ ഒരു നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ സമയത്ത് 14-15% ആയിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ ഇത്രയും 10 വർഷം കഴിഞ്ഞപ്പോൾ 3% വർധനവ് മാത്രമേ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരുമ്പോഴാണ് 2025 അടുത്ത വർഷം എങ്ങനെ ഇന്ത്യ അതിന്റെ ഗോൾ 25% ആക്കി മാറ്റും എന്നുള്ളത് വലിയൊരു ചലഞ്ചായിട്ട് നിൽക്കുന്നത്. ദെൻ സ്കിൽ ഡെവലപ്മെന്റ് എഫിഷ്യൻസി, അതായത് കമ്പനികളൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഈ കമ്പനികളൊക്കെ വർക്ക് ചെയ്യാനായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം മതിയായ പോലെ ഇല്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ കമ്പനികൾ ഈ പറഞ്ഞ വന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇന്ത്യ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യവും നമുക്കിവിടെ കാണപ്പെടുന്നുണ്ട്. അതായത് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2024 പ്രകാരം 60% ഇവിടെ വർക്ക് ചെയ്യുന്നതിൽ 60% ആളുകൾക്കും മാനുഫാക്ചറിംഗ് ജോബുകൾക്ക് വേണ്ടുന്ന റെലവൻറ്റ് സ്കില്ലുകൾ ഇല്ല എന്നുള്ളതാണ് പഠന റിപ്പോർട്ടുകൾ തെളിവാക്കുന്നത്. ഇത്തരത്തിൽ സ്കില്ലുകൾ ഇല്ലാത്ത ആളുകൾ വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ കമ്പനികൾക്ക് അഡീഷണൽ ബർഡൻ ആണ്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഈ പറഞ്ഞ നഷ്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിട്ട് മാറിയേക്കാം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോഴേക്കും കമ്പനി ഇവിടെ ഉപേക്ഷിച്ച് മറ്റു പല രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ദെൻ സപ്ലൈ ചെയിൻ ചലഞ്ചസ്, അതായത് കമ്പനികളൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അവർ നോക്കുന്നതാണ് റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളും. പക്ഷേ ഇന്ത്യയിൽ നിലവിൽ പറയുവാണെങ്കിൽ കമ്പനികൾക്ക് വേണ്ടുന്ന എല്ലാ റോ മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. ഇപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസ്, നമുക്ക് ഒരുപക്ഷെ വർക്കേഴ്സിനെയും കിട്ടുമായിരിക്കാം, എല്ലാം കിട്ടുമായിരിക്കും. പക്ഷേ ഈ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസിന് പ്രധാനമായിട്ടും വേണ്ടുന്ന സിലിക്കൺ പോലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള മിനറൽസുകളുടെ അവൈലബിലിറ്റി ഇന്ത്യയിൽ താരതമ്യേന കുറവാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സ്റ്റിൽ നമ്മൾ ഡിപ്പെൻഡന്റ് തന്നെയാണ്. എസ്പെഷ്യലി ചൈന പോലുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡന്റ് ആയിട്ട് തന്നെയാണ് സപ്ലൈ ചെയിനുകൾ നമ്മളിവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ചൈന റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ സപ്ലൈ ചെയിൻ ചലഞ്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അത്
നമ്മുടെ മാനുഫാക്ചറിംഗ് മേഖലയും അതുവഴി നമ്മുടെ GDP ഒക്കെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ചാൻസസ് ഉള്ളതും നമ്മൾ മറക്കരുത്. ഇത്രയാണ് പ്രധാനമായിട്ടും അതിൻ്റെ ഒരു ചലഞ്ചസ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഈ കാര്യം കൂടെ പരിഹരിക്കുകയാണെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യക്ക് നല്ലൊരു സ്കീമായിട്ട് മാറുകയും ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ 100 മില്യൺ ഈ പറഞ്ഞ തൊഴിലവസരങ്ങൾ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് മേക്ക് ഇൻ ഇന്ത്യക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡാറ്റ റിലേറ്റഡ് ആയിട്ട് പഠിക്കുക, മീൻസ് ആർട്ടിക്കിൾ റിലേറ്റഡ് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മുടെ പ്രിലിംസ് ബേസ്ഡ് MCQ ആണ്. ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻഇക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് വായിച്ച് നോക്കി ആൻസർ ചെയ്താൻ പറ്റും. സ്റ്റേറ്റ്മെന്റുകൾ വായിച്ച് നോക്കി വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ അബവ് ആർ കറക്റ്റ് എന്നുള്ളതാണ് കൃത്യമായിട്ട് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അത് വായിച്ച് നോക്കി കറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഓപ്ഷൻസ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്